സാധാരണ ഒരു 5 മണിക്ക് നീക്കാറില്ല ഞാൻ. ഇന്ന് കുറച്ച് അധികം ലേറ്റായിട്ടാണ് നീറ്റത്, അതായത് ഒരു 2 മണിക്കൂർ. അങ്ങനെ ടൈം നോക്കിയപ്പോൾ 7 മണിയാന്ന് കണ്ടപ്പോൾ തന്നെ വേഗം വിട്ട് നിന്നിട്ട് മോർണിംഗ് ഹാബിറ്റ്സും സ്കിൻ കെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ പഠിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ജാനുവരി കഴിഞ്ഞിന്ന്. അങ്ങനെ എത്ര പെട്ടെന്നാലൊരു മാസമൊക്കെ പോണത് എന്ന് ആലോചിച്ച്. അതിനപ്പുറം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ജാനുവരിയിൽ എന്തപ്പോൾ കാര്യമായിട്ട് ചെയ്തതെന്നൊക്കെ ഇരുന്ന് ആലോചിച്ച്. സംഭവം വെറൈറ്റിക്കൊരു ജിമ്മിനൊന്നും പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫെബ്രുവരിയിൽ നിർത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ അത് നിർത്തി. ഇനി ഫെബ്രുവരി മുതൽ മെയ് വരെ എന്തായാലും ഞാൻ ജിമ്മിൽ പോവില്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാമെന്നുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ, സംഭവം എന്താ വെച്ചാൽ എന്തായാലും ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേഞ്ചസ് വരുത്തണമല്ലോ. അതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ ജേണലിൽ ഫെബ്രുവരിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് ഓരോ മാസം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ പേജ് കുറച്ചൊന്ന് കളർഫുള്ളാക്കും. അങ്ങനെ ഫെബ്രുവരിയിൽ ഞാൻ ജേണലിൽ എഴുതണം കാട്ടി മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു പേജാണ് ഇത്. സംഭവമൊന്നുമില്ല, കുറച്ചൊന്ന് കളർഫുള്ളാക്കിയിട്ട് ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് എഴുതുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ പേപ്പർ, ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ റിലയൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ ഇവർ ഈ ഒരു ഷീറ്റിലാണ് റാപ്പ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സംഭവം ഉപകാരമായി. ആ ഷീറ്റ് എന്തോ ഭാഗ്യത്തിന് ഞാൻ നല്ലപോലെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ വിളിച്ച് കീറലില്ല എന്തെങ്കിലും കവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഞാൻ നല്ലപോലെ കീറലുള്ള ആ ഒരു ഗുണം കൊണ്ട് എനിക്ക് ഈ പേപ്പർ എന്ത് ചെയ്തു, നല്ലപോലെ കിട്ടി. അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും കളറിൽ ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ജേർണലിങ്ങിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ബ്രൗണ്. അപ്പോൾ സംഭവം നല്ല സന്തോഷമായിട്ടോ, ബ്രൗൺ കളറിനെ കിട്ടി. സംഭവം റാപ്പറാണെങ്കിലും എനിക്കിപ്പോൾ ഉപകാരമായില്ലേ. നമ്മളിപ്പോൾ ആ ഷീറ്റ് കളയാണ്ട് എന്ത് ചെയ്തു, നമ്മളത് റീയൂസ് ചെയ്തു. അങ്ങനെ അതാ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഞാൻ ശരിക്കും ഒരു ബട്ടർഫ്ലൈ ആണ് ഉദ്ദേശിച്ചത്. അതുപോലൊക്കെ തന്നെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സംഭവം ഞാൻ കുറേ ആയി വരച്ചിട്ട്, അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റേതായ കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം എനിക്ക് വല്ലാണ്ട് പ്രശ്നമൊന്നും തോന്നിയില്ല, വേഗം വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഔട്ട്ലൈൻ കൊടുത്തു, പിന്നെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ കൂടെ വരക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ മാർക്കറിൽ മഷി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സ്കെച്ച് യൂസ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് സെറ്റാക്കി. അങ്ങനെ ഇതാ ഔട്ട്ലൈൻ കൊടുത്തതും പിന്നെ അതിൻ്റെ മേലെ കൂടെ സ്കെച്ച് ചെയ്തിട്ട് വരച്ചതൊക്കെ കൂടി നോക്കിയപ്പോൾ എനിക്കെന്തോ സംഭവം ഇഷ്ടപ്പെട്ട്, നല്ല ഇഷ്ടമായിട്ടോ. എനിക്കെന്തോ ഈ ബട്ടർഫ്ലൈക്ക് നല്ല പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ഞാനിത് വരച്ചു എന്നുള്ളത് ആലോചിച്ചിട്ട്. ഐ വാസ് സോ ഹാപ്പി. സംഭവം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ വരച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ഇത് പോയിക്കണോ എന്നുള്ളതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് വരച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എന്തായാലും ഞാൻ വരക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് എന്തായാലും പറ്റും. പക്ഷെ എനിക്ക് വരയ്ക്കാനായിട്ട് ഇരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ 2 വിങ്സും 2 ഡിഫറെൻറ്റ് കളറിലുള്ള പേജസിലെല്ലാം ഒട്ടിച്ചത്. അപ്പോൾ എനിക്ക് സംഭവം അതിൻ്റെ ഔട്ട്കം നല്ല ഇഷ്ടമായി. പിന്നെ നമുക്കൂടെ വേറെയും കുറച്ച് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി പ്രിൻ്റ് എടുത്തിട്ടുള്ള ഷീറ്റ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേ ആലോചിച്ച് ഒരു പാർട്ട് സെലക്ട് ചെയ്ത് അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കൈയേറ്റ് ഇങ്ങനെ ചീന്തി എടുക്കില്ലേ, അപ്പോൾ തന്നെ ഒരു വേറൊരു ഡിസൈനാവും. അപ്പോൾ എനിക്ക് ആ സംഭവം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് സൈഡിലൊട്ടിച്ച്. എനിക്കത് മാത്രം ഒട്ടിച്ചപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറെയും കുറച്ച് സംഭവങ്ങൾ ഒട്ടിക്കാൻ വിചാരിച്ച്. പിന്നെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് മാച്ചിനനുസരിച്ച് പിന്നെ എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഞാൻ ഓരോ സ്ഥലത്ത് ഒട്ടിച്ച്. അവിടെ ഒട്ടിക്കാണ്ട് ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ഒരു 3 എണ്ണം അടുപ്പിച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിഷ്ടപ്പെടായിരുന്നത് ഞാൻ ഫെബ്രുവരി എന്ന് പറഞ്ഞ മന്ത് എഴുതിയതാണ്. എനിക്കെന്തോ വേറെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നു. പിന്നെ ടൈമില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് സ്കെച്ച് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പെൻസിലേറ്റ് വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മേലെ കൂടെ വേറെ ഒരു ഇതിലാണ് ഞാൻ സ്കെച്ച് ചെയ്ത് എഴുതിയത്. രണ്ടും വേറെ രീതിക്കായി. അപ്പം എനിക്ക് ഫെബ്രുവരിന്ന് ഞാൻ എഴുതിയത് എനിക്കെന്തോ തീരെ ഇഷ്ടമില്ല. പിന്നെ നോക്കിയപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ബ്ലാങ്ക് ആയിട്ടാണല്ലോ എടുക്കണത്. ബ്ലാങ്ക് മീൻസ് അവിടെ നമ്മൾ അത്ര ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ഡിസൈൻസ് ഒന്നും എക്സ്ട്രാ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വേറൊരു ഷീറ്റ് നേരത്തെ പോലെ സൈഡ് ഇങ്ങനെ ചീന്തിയെടുത്തിട്ട് ഒട്ടിച്ച് പിന്നെ ഈ ഡോയിലി പേപ്പർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഒക്കെ കൂടി വന്നപ്പോൾ എനിക്ക് ആ ഫെബ്രുവരി ഞാൻ മൈൻഡ് ചെയ്തില്ല, എനിക്ക് ആ ബട്ടർഫ്ലൈ തന്നെ മതിയായിരുന്നു.
അപ്പോൾ പിന്നെ എൻ്റെ ഫെബ്രുവരിയിലത്തെ ഇൻട്രൊഡക്ഷൻ പേജ് ഈസ് റെഡി. ബട്ട് എത്രയൊക്കെ റെഡിയായി എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാലും എനിക്ക് അത് വൃത്തികേടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ എന്ത് ചെയ്ത് കുറച്ചും കൂടി ഓവറാക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് സ്റ്റിക്കർ ബീഡ്സില്ലേ അത് ഒട്ടിക്കാൻ വിചാരിച്ചു. ഇത് ഒട്ടിച്ചപ്പോൾ എനിക്ക് വേണം വേണ്ടേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ച് ഒട്ടിച്ചു. സംഭവം വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ തിരിച്ചെടുത്ത്. അങ്ങനെ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സെറ്റാക്കി. സംഭവം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫെബ്രുവരിയിലത്തെ ഇൻട്രൊഡക്ഷൻ. ഇത് എത്രാമത്തെ തൊട്ടാണ് പറയണം, ഇത് ലാസ്റ്റാണ് കഴിഞ്ഞു. അങ്ങനെ ജേണൽ അടച്ചു വെച്ചു, കഥം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി പഠിക്കുക. ഫെബ്രുവരി 1 ആയതുകൊണ്ടും നല്ലൊരു സ്റ്റാർട്ട് ആവണം എന്നുള്ളത് കൊണ്ടും എനിക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ ഫോട്ടോസിന്തസിസ് ആൻഡ് ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ പോയി മീൻസ് ഇതൊരു റിവിഷനാണ്. എനിക്ക് ശരിക്കും ഫസ്റ്റ് ഇയറിൽ 2-3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ബയോളജിയിൽ പെൻഡിങ് ഉണ്ടാവുക. എനിക്ക് അതിൻ്റെ ക്ലാസ് കേൾക്കും വേണം, പഠിക്കും വേണം, റിവിഷൻ ചെയ്യും വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ ലാഗായിട്ട് കിടക്കുന്നുണ്ട്, ആ 3 ചാപ്റ്റേഴ്സിന് മാത്രം. പക്ഷെ ഇപ്പോൾ ഈ പഠിക്കുന്ന ചാപ്റ്റേഴ്സും ഞാൻ പഠിക്കാൻ സെലക്ട് ചെയ്ത ചാപ്റ്റേഴ്സൊന്നും അതിൽ പെട്ടിട്ടുള്ളതല്ല. കാരണം ഞാൻ അത് പഠിക്കാൻ പോയാൽ എൻ്റെ ടൈം കുറേ പോകുന്നുള്ളതുകൊണ്ടും അത് 3 അല്ലേ നമുക്ക് കിട്ടുള്ളൂ, ബാക്കി എത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് ബാക്ക്ലോഗുള്ള ബാക്കി 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വിചാരിച്ചു ഫസ്റ്റ് ഇയറിലത്തെ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ബോറടിച്ച്. അങ്ങനെ ബോറടിച്ചിട്ടൊന്നും നീക്കാൻ പാടില്ലല്ലോ. എനിക്ക് കുറേ നേരം പഠിച്ചാൽ മടുപ്പാവും, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാവും. ചിലപ്പോൾ അതില്ലാത്തവരുണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ കാര്യം പറയണത് എനിക്ക് കുറേ നേരം കുത്തിയിരുന്ന് പഠിച്ചാൽ മടുപ്പാവും. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ തരുന്നൊരു സംഭവമാണ്. ഞാൻ എന്ത് ചെയ്യും, ഇനി എത്ര പേജസും കൂടി ഉണ്ട് ആ ചാപ്റ്ററിൽ എണ്ണി വെക്കും. അങ്ങനെ എണ്ണി നോക്കിയിട്ട് 3-4 പേജസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഈ 4 പേജസും കൂടി അല്ലേ ഉള്ളൂ, അത് പഠിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ, എന്തിനാ വെറുതെ ബാക്കി സമയം വീണ്ടും അതിന് വേണ്ടി ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പം തന്നെ തീർക്കും. പക്ഷേ മുന്നേ പഠിച്ചതിന് അത്ര ഉഷാറില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു ഇതിൽ പഠിച്ചാണ്ട് തീർക്കും. ബട്ട് ഇൻ കേസ് ഇനി 8-10 പേജസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ചാപ്റ്ററിൻ്റെ പകുതി മാത്രം പഠിക്കും, ബാക്കി പകുതി പിന്നെ പഠിക്കും. ആ പകുതിയിൽ പെട്ട ചാപ്റ്ററായിരുന്നു ഈ ചാപ്റ്റർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പകുതി റിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പഠിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ റീകോൾ ചെയ്തിട്ട് ഒറ്റയ്ക്ക് എഴുതാം. പേജസ് അധികം നോക്കാണ്ട് എൻ്റെ തലയിലുണ്ടല്ലോ ഓർഡറായിട്ട് ഞാൻ പഠിച്ചതല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓർഡറായിട്ട് എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ എഴുതും. ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കും, പക്ഷേ ഞാൻ അധികം നോക്കിയിട്ടില്ല. പിന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം നല്ല ചാപ്റ്ററൊക്കെയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, കാരണം അമ്മാതിരി വേർഡ്സൊക്കെ ഇതിലുള്ളത്. പിന്നെ കുറേ സയൻറ്റിസ്റ്റുകൾ ഓർക്കാണ്ട്, അവരെന്തൊക്കെ ചെയ്തു എന്ന് ഓർക്കാണ്ട്, അവരുടെ എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അലിച്ചുകൂത്തിരിക്കാണ്ട്. അതൊരു ഇടങ്ങറാണ് ഈ ചാപ്റ്ററിൽ. പക്ഷെ നമ്മൾ ഈ ഇടങ്ങറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിളാക്കണം. അങ്ങനെ ഹാഫ് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ബുക്ക് അടച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി. അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ എഗ്ലെസ് പാൻ കേക്കാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. സംഭവം ഞാൻ മുന്നേ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫുൾ എഗ്ഗ് വെച്ചിട്ടായിരുന്നു. എനിക്കത് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം എഗ്ഗിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എഗ്ലെസ് ആയിട്ടുള്ള പാൻ കേക്ക് ട്രൈ ചെയ്തുകൂടെയെന്ന്. അപ്പോഴാണ് എനിക്ക് ബോധം ഉദിച്ചത്, അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യാലോ എന്ന്. സിയാദെന്ന് എങ്ങാണ്ടായിരുന്നു തോന്നണ കമൻ്റ് ഇട്ട ആളുടെ പേര്. അങ്ങനെ അതാ മിൽക്കിൽ വിനീഗർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വാനില എസൻസ്, മെൽറ്റഡ് ബട്ടർ, പൗഡർഡ് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ കുറേ നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലത്തെ ഒരു ബാറ്റർ കിട്ടും. സംഭവം എല്ലാവരെയും പോലെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ആയില്ലെങ്കിലും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയിക്കണ്. സാധാരണ നേരത്തെ യൂട്യൂബിൽ നോക്കി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ഇത് റേ പോലെയാവും, രണ്ടും ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെ ഒരു സിമിലാരിറ്റി തോന്നി ഈ ഒരു പാൻ കേക്കിൽ. ആ ഒരു സന്തോഷത്തിൽ ഞാൻ വീണ്ടും മിക്സ് ചെയ്യായിരുന്നു. പക്ഷേ ഓവർ മിക്സിങ് പാടില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം മൂടി വെച്ചിട്ട് സൈഡിലേക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു.
അങ്ങനെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് ഇതാക്കിയിട്ട് എക്സസ് ആയിട്ട് വന്ന ബട്ടർ നമ്മൾ തുടച്ച് നീക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുക. യൂട്യൂബിൽ ഇത് ഇൻസ്ട്രക്ഷനൊക്കെ കണ്ടിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബിൾസ് വന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറിച്ചിടണമെന്ന്. ബബിൾസ് വരുമോയെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, പക്ഷേ ബബിൾസ് വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതാ ഒരു 5 പാൻ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം ഞാൻ മുന്നേ ഉണ്ടാക്കി ഒരു പാൻ കേക്കും ഇങ്ങനത്തെ റിസൾട്ടൊക്കെ തന്നിട്ടില്ല. അപ്പം എനിക്ക് എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഓരോ പാൻ കേക്ക് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴും ഏതാണ്ട് സെയിം ആയിട്ട് ഇങ്ങനെ വരണേ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. മറ്റേത് കരിഞ്ഞു പോകും, വേഗം മറിച്ചിട്ടില്ലെങ്കിൽ കരിഞ്ഞിട്ടൊക്കെ പോകും. പക്ഷെ എനിക്കിതെന്തോ പെർഫെക്റ്റായിട്ട് തോന്നി. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെയാവും ഞാൻ എപ്പോഴും പാൻ കേക്ക് ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ എന്താ ഡിസൈനിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ 2 ബനാന കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഹണി ഒഴിച്ചു. അങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ശേഷം ഞാൻ പിന്നെ എൻ്റെ റൂമിൽ വന്നിരുന്നു. ലാപ്പ് ഓണാക്കി എന്തെങ്കിലും കണ്ടിട്ട് തിന്നണമല്ലോ. അതത്ര നല്ല സ്വഭാവമല്ല, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതാ ഞാനൊരു കോഫി ഉണ്ടാക്കി, ഐസ്ഡ് കോഫി ആയിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ കോഫിയും പാൻ കേക്കൊക്കെ റെഡി ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, MSA എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലത്തെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണും. എപ്പോൾ ഫുഡ് തിന്നുമ്പോഴും ഒന്നെങ്കിൽ MSA കാണും അല്ലെങ്കിൽ ധർമ്മൻ കാണും. അങ്ങനെ MSA ഒക്കെ കണ്ട് സാവധാനം പാൻ കേക്ക് മുറിച്ച് തിന്ന് കോഫിയൊക്കെ കുടിച്ച് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരത്തെ പകുതിക്ക് വെച്ച് നീറ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അറൗണ്ട് ഒരു 2 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫോണെടുത്ത് കുറേ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാനൊരു ബ്രൗണി കണ്ടത്. എന്താണെന്നറിയില്ല, എനിക്ക് ബ്രൗണി തിന്നാൻ നല്ല ആഗ്രഹം. സാധനങ്ങൾ മിക്കതും വീട്ടിലില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഉമ്മയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉമ്മ വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അടുത്ത് മീൻസ് ഒരു 10-15 മിനിറ്റ് നടന്നാൽ അവിടെ ഒരു സ്മാർട്ട് പോയിൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് റിട്ടേൺ വന്ന് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങി. മെയിനായിട്ട് ഇത് ഉണ്ടാക്കാൻ ചോക്ലേറ്റ്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ വലിയൊരു പാക്ക് വാങ്ങാണ്ട് കുഞ്ഞു ചോക്ലേറ്റ്സ് ആയിട്ട് എടുത്ത് അങ്ങനെ ഒരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടറും പിന്നെ ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിന് കൊണ്ടുപോയിട്ട് ഡബിൾ ബോയിൽ. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രൗണിയുടെ റെസിപ്പി. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് ഈ ബുക്കിൽ എഴുതി വെക്കും, എന്നിട്ട് നോക്കിയിട്ടാണ് ഉണ്ടാക്കൽ. അങ്ങനെ അതാ ഡബിൾ ബോയിൽ ഇതിലേക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, കൊക്കോ പൗഡർ അങ്ങനെ മുതലായ എല്ലാ സംഭവങ്ങളും ഇട്ടു. കൊക്കോ പൗഡർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ പുതിയതാ, നേരത്തെ പോയിട്ട് റിലയൻസിൽ നിന്ന് വാങ്ങിയത്. പൊട്ടിച്ചപ്പോൾ നല്ല പോലെയല്ല പൊട്ടിച്ചത്, അതിൻ്റെ റിസൾട്ടാണ് ആ ചുറ്റുഭാഗത്ത് ഫുള്ള് കാണാനുള്ളത്. പിന്നെ ഈ ക്രീം ചീസും നേരത്തെ മേടിച്ചത് തന്നെയാണ്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അങ്ങനത്തെ മുതലായ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട്. പക്ഷെ എനിക്കെന്തോ ഈ ബാറ്ററി ഉണ്ടപ്പോൾ കൊളാവോ എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട് വെയിലത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് കൊളാവോ എന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഈ ബ്രൗണി ശരിക്കും ബേക്ക് ചെയ്തിട്ടുള്ളത് ഓവനിലൊന്നും അല്ല, അതാണ് ഇതിൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുന്നത്. പണ്ട് കൊറോണ ടൈമിലൊക്കെ മിക്ക ആൾക്കാരും കേക്ക് ഉണ്ടാക്കിയിരുന്നില്ലേ, ഒരു വലിയ പാത്രം വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാറ്ററി വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഈ ബ്രൗണി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു 6 സ്ക്വയറേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ എഡ്ജ് കട്ട് ചെയ്തത് ഉണ്ടല്ലോ, അതും കഴിക്കാമല്ലോ. അങ്ങനെ ഇതാ ബ്രൗണി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും പിന്നെ ഞാൻ 2 ചോക്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മേലെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി വെച്ചപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ബൈ ദ ബൈ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതും ഒരു എഗ്ലെസ് ബ്രൗണി കേട്ടോ. എഗ്ലെസ് ആയതുകൊണ്ട് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കാം. ഇതന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. ബ്രൗണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5-5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാതിരിക്കണത് 7 മണിക്കാണ്. 7 മണി മുതൽ ഞാൻ എന്ത് ചെയ്തു, 10 മണി വരെ ഇരുന്ന് പഠിച്ച്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ പഠിക്കണത് ഷൂട്ട് ചെയ്യാണ്ടിരുന്നത്. ഈ പഠിക്കണത് മാത്രമായിട്ട് ഞാൻ വേറൊരു സ്റ്റഡി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഡിന്നറിന് മാഗിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നൈറ്റ് റൂട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ.